എല്ലാവർക്കും ഓണാശംസകൾ. പ്രസിഡന്റ് വിനായകൻ മാത്യു, സെക്രട്ടറി ജോസഫ്, മറ്റെല്ലാവരും ആൻഡ്രസ് തോമസിന്റെ ഇവിടെ നമ്മുടെ പഴയ പ്രസിഡന്റ് ലീന ആന്റിയുണ്ട്, DG രാജേഷുണ്ട്, മറ്റേ റോസമ്മ ആൻഡ്രസ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അതിൻ്റെ ഈ ഓണം ഈ ഗോകുലം ഫ്ലാറ്റ് 2010 തുടങ്ങിയതാണ് നമ്മൾ ഓണാഘോഷങ്ങളും മറ്റ് വാർഷികങ്ങളും നല്ല പരിപാടികളും. ഞാനന്ന് സമയം ഒത്തുകയായിരുന്നു. ഞാൻ അന്ന് ഇവിടുത്തെ ആദ്യത്തെ താമസക്കാരനാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് രാജേഷും ദീപ്തിയും താമസക്കാരായിട്ട് വന്നത്. പിന്നെ ഇതിന്റെ സ്ഥലം പണിയാനായിട്ട് വിട്ടുകൊടുത്തത് നീലാന്റിയാണ്. ജിമ്മി ജോർജായിരുന്നു ഇതിന്റെ കൺസ്ട്രക്ഷനിലാണ് വഹിച്ചത്. NCP നാഷണൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ ഗോപാലിന്റെ കൺസ്ട്രക്ഷൻ ഡിവിഷന്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിന്റെ സ്മരണ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അദ്ദേഹമാണ് ആദ്യം ഈ ഫ്ലാറ്റിലെ കാര്യം നൽകിയത്. അതിനുശേഷം ഞാൻ പ്രസിഡന്റായിട്ടായിരുന്നു ആദ്യത്തെ കമ്മിറ്റി. പിന്നെ കുറച്ച് നാളുകളുടെ സെക്രട്ടറി ആയതുകൊണ്ട് ഞാൻ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ കാലത്ത് ഒരു സംഭവമൊക്കെ ഞങ്ങൾ മാത്രം താമസിക്കുന്ന സമയത്ത് ലിഫ്റ്റിന് പ്രോബ്ലം വന്നു. ആ സമയത്ത് ജിമ്മി ജോർജെല്ലാം ആദ്യത്തെ താമസക്കാരാണ്. ലിഫ്റ്റിന് പ്രോബ്ലം വന്നു, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, ആരെങ്കിലും ഡെത്ത് ചെയ്യാനായിരിക്കും പ്രശ്നം. അദ്ദേഹം വളരെ പെട്ടെന്ന് എത്തുകയും അത് ഓക്കെ ആക്കുകയും ചെയ്തു. പിന്നീട് ഗോകുലം ഗോപാലനും അദ്ദേഹത്തിന്റെ ഒരു മകൻ മരിച്ചു നോക്കാറുണ്ട്. ഒരു മകനും മകളും അവരുടെ മക്കളും എല്ലാം കൂടെ വന്ന് ഇവിടെ നല്ല രീതിയിൽ ആദ്യത്തെ ഒരു താമസക്കാരായിട്ടുള്ള ഒരു പ്രോഗ്രാം ഗോകുലത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. നമ്മുടെ ഇടയിൽ നിന്ന് കുറച്ചുപേര് അതിനുശേഷം പ്രസിഡന്റ് തോമസ് ഫിലിപ്പ് ഇവിടെ എത്തിയില്ല. അദ്ദേഹം നമ്മുടെ ഇടയിൽ നിന്ന് പോയി. ഡൈനാൻ പോയി, ധനപാലി പോയി, മറ്റു പലരും ഇങ്ങനെ ഒരു 6-7 പേര് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം നമ്മുടെ വീട്ടിൽ പോയി. വീട്ടിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോക്കിൽ നിന്ന് പോയി. എന്തായാലും ഇത് ഡൈനാനും ജോസഫും മറ്റെല്ലാവരും നൽകുകയും അതുപോലെ കെയർടേക്കും നമ്മുടെ സ്ത്രീകളും സെക്യൂരിറ്റി സ്റ്റാഫ് എല്ലാവരും കൂടെ ഓണവും അതുപോലെ ഓണപരിപാടികളും നല്ല രീതിയിൽ നടത്തുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ യുകെയിലാണ് വർക്ക് ചെയ്തത്. ഞാനൊക്കെ 6 മാസം കൊടുക്കുകയാണ്. കുറച്ച് ദിവസം അപ്പം ഈ ഓണത്തിന്റെ ആ സ്മരണയുമായി ബന്ധപ്പെട്ട് ഓണസദ്യ കഴിക്കാനും കേൾക്കാനും നമ്മളവിടെ ഒത്തുകൂടിയിരിക്കുന്നുണ്ട്. ഓണത്തെ കുറിച്ച് അറിയുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള മനുഷ്യന്മാരുടെ കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് ആലോചിക്കുന്നത്. 70,000 വർഷം മുൻപ് ആ പുള്ളിയുടെ കിഴക്കേ നിൽക്കുന്നതാണ് ആക്രമണത്തിലുള്ളത്. അവർ ദ്രാവിഡന്മാരായിരുന്നു. പിന്നീട് മോഹൻജാരോ ഹാരപ്പ സംസ്കാരം 6000-7000 വർഷമായി അവിടുത്തെ ആളുകളോട് മിക്സ് ചെയ്താണ് സൗത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. ആ സംസ്കാരം വെച്ചത് പിന്നെയാണ് നായന്മാർ വന്നത്. നായന്മാരും മോഹൻജാര സംസ്കാരമായി മിക്സ് ചെയ്താണ് നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായത്. നോർത്ത് ഇന്ത്യൻസ് സൗത്ത് ഇന്ത്യൻസ് മിക്സ് ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും നമുക്ക് കൂടുതലും വ്യക്തമായിട്ട് കൂടുതലും പോകണം. അതേസമയം തന്നെ ചൈന, ബർമ്മ, അവിടുന്ന് അതുപോലെ ഇറാൻ അവിടെ നിന്ന് ആളുകൾ ഉണ്ട്. അപ്പം ഇത് ഈ കേരളത്തിലെ താമസം ആളുകൾ ഒരു പക്ഷേ മിക്കവാറും 70,000 വർഷമായിട്ടുണ്ട്. അതിന് മുൻപ് കോമോറിയൻസും റോമോവിയൻസും നീലവറ്റൻസൊക്കെ 3 വർഷമായിട്ട് കേരളത്തിൽ താമസിച്ചിട്ടുണ്ട്. കേരളത്തിലും ഇന്ത്യയിൽ താമസിക്കാനുള്ള അസ്ഥികൂടങ്ങളുണ്ട്. പിന്നെ ഇവിടെ കേരളം മലകൾക്കും എന്താ പറയുക സാമ്പത്തികമായിട്ടുള്ള സ്ഥലമാണ്. അത് തുരുത്തുകളായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ മലയാളികൾക്കൊക്കെ അവരുടേതായ ഒരു അഭിപ്രായമുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു നേതാവാണെങ്കിൽ അവരുടെ കാര്യമാണ്. മലയാളികൾക്ക് അങ്ങനെയല്ല, അവരുടേതായ ഒരു അഭിപ്രായം വന്നത് കേരളം ആദ്യം തുരുത്തുകളായിരുന്നു. പിന്നെ 17-18 ബ്രിട്ടീഷുകാര് തേയില കൃഷിയെല്ലാം ചെയ്ത് അങ്ങനെ മണ്ണൊഴുക്കൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് ആ തുരുത്തുകൾ നിരന്ന് മധ്യപ്രദേശം കരഭൂമിയിലായിരുന്നു. നമ്മുടെ മലയാളം ഉണ്ടായിട്ട് ഏകദേശം ഒരു 9 നൂറ്റാണ്ടിലാണ് മലയാളം ഉണ്ടായത്. അത് പുരാതന തമിഴിൽ നിന്നും പിന്നെ സംസ്കൃതം കൂടെ ചേർന്ന് മലയാളമേ ഉണ്ടായി. പിന്നെയാണ് മലയാളം ഉണ്ടായത്. കേരളം എന്ന് പറയുന്ന വാക്ക് തന്നെ കേരള നാട് എന്ന് നമ്മൾ പറഞ്ഞ് കേരളം നടക്കുന്ന നാടാണ്.
അതേസമയം തന്നെ കേരളം ചേര രാജാക്കന്മാര് 2000 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കേരളം എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മുടെ സംസ്കാരം പല പല സംസ്കാരങ്ങളുടെ കൂടിച്ചേരലുകൾ കൊണ്ട് ഒക്കെ ഉണ്ടായതാണ്. അപ്പൊ ആ കൂടിച്ചേരലുകളിൽ നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാഴി കണ്ടപ്പോൾ എന്താ പറയാ അമൂല്യമായ കാര്യങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞതുപോലെ പല സംസ്കാരങ്ങളും കടഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കിട്ടിയതാണ് സമത്വം, സാഹോദര്യം, സമൃദ്ധി, കള്ളമില്ലാത്ത അവസ്ഥ, സൽഭരണം, ഒത്തൊരുമ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ പല സംസ്കാരങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് ഉണ്ടായ ഒരു സംസ്കാരമാണ്. അതിന്റെ ഓർമ്മയാണ് നമ്മളിപ്പോൾ ആചരിക്കുന്നത്. അതുപോലെ പണ്ട് കാലത്ത് വന്നിട്ട് പൂവ്, കാശിപ്പൂവ്, കോളാമ്പിപ്പൂവ്, അല്ലെങ്കിൽ ചമ്പരത്തിപ്പൂവ് അതൊക്കെ വെച്ചിട്ടുള്ള ഓണായിരുന്നു. അതുപോലെ നമ്മുടെ എല്ലാ വീട്ടുകാരും സഹായിച്ച് ഓണത്തിന്റെ എല്ലാ കാഴ്ചയും എല്ലാം വെച്ച് ഇപ്പോഴാണെങ്കിലല്ല റെഡിമെയ്ഡായിട്ടുള്ള ഫുഡാണ്, റെഡിമെയ്ഡായിട്ടുള്ള ഫുഡ്. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഓണത്തിന്റെ പഴയ ടൈം പോയി, അതല്ലെങ്കിൽ പഴയ കാലത്ത് ആഘോഷമാണ് വലിയ ആഘോഷം പറയുമെങ്കിലും ഇപ്പോൾ ശരിക്കും ആഘോഷങ്ങൾ കൂടുതലാണ്. നമ്മുടെ ജോലി സ്ഥലത്തൊരു ആഘോഷം, പിന്നെ ഫ്ലാറ്റിലൊരു ആഘോഷം, പിന്നെ പള്ളിയിലെ ആഘോഷം, പിന്നെ സ്കൂളിലെ ആഘോഷം, അങ്ങനെ ആഘോഷങ്ങൾ കൂടുതലാണ് ശരിക്കും. കാരണം നമ്മുടെ ആ നല്ല നാളുകൾ പോയിപ്പോയിട്ടുണ്ട്. ആ നല്ല നാളുകൾ ഓർമ്മയിൽ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് കുറ്റം കൊണ്ടിരുന്ന എല്ലാം ചിന്തിച്ചതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആഘോഷങ്ങളുടെ ഒരു നല്ല കാലമാണ് ഓണക്കാലം എന്ന് പറയുന്നത്. അതുപോലെ ഞാനിവിടെ വന്നത് ഓണക്കാലം ഇവിടെ വന്നപ്പോൾ ഏറ്റവും നല്ലൊരു കാലം എന്ന് പറയുന്ന രീതിയിലാണ് വന്നത്. കാരണം പൂക്കൾ ഉണ്ടാവുന്ന സമയം, അധികം മഴയില്ല, ഓണാഘോഷങ്ങൾ അങ്ങനെയുള്ള. ഞാൻ തൃശ്ശൂര് തൃശ്ശൂര് എന്താ പറയാ ടൂറിസം നാടുണ്ട്, അങ്ങനെയുള്ള പല പുലിക്കളി, കുമാരിക്കളി, അങ്ങനെയുള്ള സ്ഥലങ്ങൾ തൃശ്ശൂർ. അതുപോലെ കോട്ടയം അതുപോലെ നാട്ടിലാണ് ഇവിടെ തനതായ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടല്ല, ബ്ലോക്കിന്റെ സ്വന്തം നാടാണ്. കേൾക്കാര്യസ്ഥിതി, അഴിമതിയും സ്വതന്ത്രവും എല്ലാം നടപാടുന്ന നാടാണെന്ന് എനിക്ക് മനസ്സിലായി. ബ്ലോക്കിന്റെ സ്വന്തം നാട്. അപ്പൊ ഈ ബ്ലോക്കിന്റെ സ്വന്തം നാടിൽ നിന്ന് മാറി ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം എന്നാണ് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. അതിനായി എല്ലാവരും ആശംസിക്കുന്നു, അതിനെല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം.